വാക്കാണല്ലോ പ്രധാനം. ഞാൻ പറഞ്ഞതല്ല, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതാണ്. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. 2026 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. അത്ഭുതപ്പെടാനൊന്നുമില്ല. BJP നയമാണ്. പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത് പ്രകാരം നാം ഇത് പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ സംഭവിച്ചത് അത് മാത്രമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷം, വന്ദേ മാതരം ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ എതിർത്ത, പൂർണ്ണമായി ആലപിക്കുന്നതിനെ അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച അതേ കോൺഗ്രസ് അവരെന്താണ് ചെയ്തത്? AICC ആസ്ഥാനത്ത് തന്നെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ച് അവർ മാതൃകയായി. പോരാത്തതിന് കേരളം ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുകയും ചെയ്തു. വന്ദേ മാതരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് സ്വാതന്ത്ര്യദിനത്തിന് അറിയാം എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നത്. അത് ഓഗസ്റ്റ് 15-ാം തീയതി അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDF-നും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ വാക്ക് കോൺഗ്രസ് പാലിച്ചു. നിലപാട് എന്താണെന്ന് ഇന്ത്യയിലെ 140 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു കാണിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്നതിനെ കോൺഗ്രസ് എതിർത്തിരുന്നത് എന്നറിയാമോ? വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കേണ്ട എന്നതിന്റെ കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തതും കോൺഗ്രസ് തന്നെയാണ്. ഇന്നത്തെ നിലമറന്ന നിലപാടുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അന്നത്തെ കോൺഗ്രസിന് ചില നേതാക്കളും ഉണ്ടായിരുന്നു. വന്ദേ മാതരം ആലപിക്കുന്നതിനിടയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് ഇരിക്കാൻ കസേര കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചതാണെന്ന് ന്യായീകരിക്കുന്ന നേതാക്കളല്ല. ഒന്നും ഉരിയാടാതെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുക പോലും ചെയ്യാതെ അന്തം വിട്ടു നിന്ന നേതാക്കളുമല്ല. മറിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 എഴുതിയ വന്ദേ മാതരം അതിന്റെ പൂർണ്ണ തോതിൽ ആലപിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വ്യക്തമായി അറിയാമായിരുന്ന നേതാക്കൾ. അവരാണ് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യപ്രകാരം ആദ്യ 2 ചരണങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ബാക്കി ഭാഗങ്ങൾ ഒഴിവാക്കി ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ ആദ്യ 2 ചരണങ്ങൾ മാത്രമാണ് അനുയോജ്യമായത് എന്ന് കണ്ടെത്തിയാണ് ബാക്കി ഭാഗങ്ങൾ ഒഴിവാക്കിയത്. ദശാബ്ദങ്ങളായി തുടരുന്ന ഈ പാർട്ടി നയം സ്വന്തം ആസ്ഥാനത്ത് തന്നെ ലംഘിക്കപ്പെട്ടത് ചരിത്രപരമായ വീഴ്ച തന്നെയാണ്. അന്നത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇന്നത്തെ നേതാക്കളിലേക്ക് കോൺഗ്രസ് ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവുമാണത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ 7 പതിറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സംഘപരിവാർ അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ച 2026 ഓഗസ്റ്റ് 15 സംഭവം. സംഘടനാ പിഴവാണെങ്കിലും നേതാക്കൾ ശുഭിതരാവുകയോ നിർത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തുവെങ്കിൽ പോലും കോൺഗ്രസ് ചെയ്ത ചരിത്രപരമായ തെറ്റ് അതങ്ങനെയല്ലാതാവുന്നില്ല. നിലപാടുകളിൽ ആവശ്യാനുസരണം വെള്ളം ചേർക്കാനുള്ള പ്രിവിലേജ് സമകാലിക ഇന്ത്യയിൽ കോൺഗ്രസിനില്ല. സംഘപരിവാർ അവരുടെ വർഗീയ അജണ്ട അധികാരവും പണവും ഉപയോഗിച്ച് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിനെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിരോധിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവുമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ നിർണായക നിമിഷങ്ങളിൽ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന തീവ്ര ദേശീയതയുടെ കെണിയിൽ സ്വയം ചെന്ന് വീഴുകയും ചെയ്യുന്ന കോൺഗ്രസിനെയാണ് നാം നിരന്തരം കാണുന്നത്. സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് നേരെ മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് സ്വയം റദ്ദാക്കപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. മതേതരത്വവും ബഹുസ്വരതയും കേവലം പ്രസംഗപീഠങ്ങളിൽ മാത്രം പറയേണ്ട മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് പാർട്ടി ആസ്ഥാനത്ത് പോലും അചഞ്ചലമായി ഉയർത്തിപ്പിടിക്കേണ്ട പ്രവർത്തന നയമാണ്. 1937 ടാഗോറും ഗാന്ധിയും നെഹ്റുവും ചേർന്നെടുത്ത ആ ചരിത്രപരമായ തീരുമാനം ഇന്ത്യ എന്ന ആശയം സംരക്ഷിക്കാനുള്ളതായിരുന്നു. അതിൽ നിന്നും അല്പം പോലും പിന്നോട്ട് പോകുന്നത് സംഘപരിവാറിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതിന് തുല്യമാണ്. വാക്കു പാലിക്കാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും കോൺഗ്രസിന് സാധിക്കുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതര മനസ്സ് ബദലുകൾ തേടുക തന്നെ ചെയ്യും. വന്ദേ മാതര വിവാദങ്ങളിൽ കോൺഗ്രസ് എത്തി നിൽക്കുമ്പോൾ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: നിലപാടുകളിൽ മൃദുത്വം കാണിക്കുന്ന പ്രതിപക്ഷത്തിനല്ല, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യമുള്ള പ്രതിരോധത്തിനാണ് സമകാലിക ഇന്ത്യയിൽ പ്രസക്തി.
ഇനി പറയേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവുമാണ്. നിങ്ങൾ സംഘപരിവാറിന്റെ നിഴൽ പാർട്ടിയായി മാറുകയാണോ, അതോ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ മതേതര പ്രതിപക്ഷമാകുമോ?